الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين أما بعد. പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ മുഅ്മിനീങ്ങളെ, 6 കാര്യങ്ങളിൽ നാം ധൃതി കാണിക്കണം. വളരെ പ്രധാനപ്പെട്ട മുഅ്മിനീങ്ങൾ പ്രത്യേകമായി എപ്പോഴും ചിന്തിക്കേണ്ട, ഓർത്തിരിക്കേണ്ട 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളിൽ എപ്പോഴും നാം ധൃതിയാകണം. അതിൽ ഒന്നാമത്തേത് അദാഉ സ്വലാത്തി ഇദാ ദഖലൽ വഖ്തു. സമയമായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ ധൃതി കാണിക്കണം. ഉദാഹരണത്തിന് ളുഹറിന് ബാങ്ക് കൊടുത്തു, പിന്നെ ആകട്ടെ ജോലിയെല്ലാം കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഒരു 3 മണി കഴിയട്ടെ, അങ്ങനെ കാത്തിരിക്കാതെ അല്ലെങ്കിൽ അവധി വെച്ചു മാറാതെ അദാഉ സ്വലാത്തി ഇദാ ദഖലൽ വഖ്തു, സമയമായി കഴിഞ്ഞാൽ ഉടനെ നിസ്കരിക്കാൻ വേണ്ടി ധൃതി കാണിക്കണം. ഇതാണ് 6 കാര്യങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് വദഫനുൽ മയ്യിത്തി ഇദാ ഹദറ. ഹാജരായ മയ്യത്തിന്റെ മേൽ വേഗം നിസ്കാരം നിർവഹിക്കണം. ഒരു വ്യക്തിയാണോ പെണ്ണോ വിട പറഞ്ഞ് പിന്നെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നിസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നാൽ പിന്നെ അധികം വൈകിപ്പിക്കരുത്. എത്രയും വേഗം നിസ്കരിച്ച് ആ മയ്യത്തിനോടുള്ള ഹക്ക് വീടുകയും എത്രയും പെട്ടെന്ന് ദഫൻ ചെയ്യാൻ, അതായത് ഖബറടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നാം ഒരുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത്. ധൃതി കാണിക്കണം നാം ആ കാര്യത്തിൽ. മൂന്നാമത്തേത് വതസ്വീജുൽ ബിക്രി ഇദാ ഉദ്രികത്. വിവാഹപ്രായമെത്തിയ പെൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ കന്യകയായ പെൺമക്കളെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് അയക്കാൻ ധൃതി കാണിക്കണം. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പലർക്കും കല്യാണം വേണ്ടെന്നും അല്ലെങ്കിൽ കുറെ കഴിയട്ടെ, ജോലിയൊക്കെ ആകട്ടെ എന്നും ഒക്കെ ശാഠ്യം പിടിക്കുന്നവരും അങ്ങനെ വാശി കാണിക്കുന്നവരുമായ പെൺമക്കൾ പല സ്ഥലത്തുമുണ്ട്. പക്ഷേ രക്ഷിതാക്കളാകുന്ന നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ധൃതി കാണിക്കുക എന്നുള്ളതാണ്. കല്യാണപ്രായമായി എന്ന് രക്ഷിതാക്കളായ നമ്മൾക്ക് ഉറപ്പായാൽ അനുയോജ്യരായ വരന്മാരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് സന്തോഷത്തോടെ അവളെ നിക്കാഹ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാം ധൃതി കാണിച്ച് നിർവഹിക്കേണ്ട നാലാമത്തെ കാര്യം വഖളാഉദ്ദൈനി ഇദാ വജബ. അവധി എത്തിയാൽ വേഗം കടത്തെ കൊടുത്തു വീട്ടലാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് 2 മാസത്തെ കാലാവധി പറഞ്ഞിട്ടാണ് നമ്മൾ പൈസ കടം വാങ്ങിയത്, അല്ലെങ്കിൽ സ്വർണം കടം വാങ്ങിയത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവശ്യ വസ്തുക്കൾ നാം കടം വാങ്ങി. 2 മാസം കഴിയാൻ എന്നാണോ പൂർത്തിയാകുന്നത് 2 മാസം, അന്ന് തന്നെ അത് കൊടുത്തു വീടാനുള്ള ധൃതി കാണിക്കണം. പിന്നീട് നാളെയാകട്ടെ, അല്ലെങ്കിൽ കടം തന്ന വ്യക്തിയോട് ഒരാഴ്ചയും കൂടി നീട്ടിത്തരണം, അല്ലെങ്കിൽ 1 മാസവും കൂടി കഴിയട്ടെ, എനിക്ക് പൈസ റെഡിയായിട്ടില്ല. അതൊക്കെ ബന്ധങ്ങൾ വഷളാകാനും 2 മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ആ ഒരു സത്യസന്ധതയ്ക്ക് പോലും പോറലേൽപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവധിയെത്തിയ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള ധൃതി നാം കാണിക്കണം. ഇനി 5ാമത് നാം ധൃതി കാണിക്കേണ്ടത് ഇത്ആമുൽ വൈഫി ഇദാ നസല. വീട്ടിലേക്ക് ഒരു അതിഥി എത്തിക്കഴിഞ്ഞാൽ, ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. എത്രയും പെട്ടെന്ന് അവരുടെ വിശപ്പ് മാറ്റുന്ന, ദാഹം അകറ്റുന്ന തരത്തിൽ അവരെ സൽക്കരിക്കുകയാണ് ആദ്യം വേണ്ടത്. വിശേഷങ്ങളും മറ്റു വർത്തമാനങ്ങളും ഒക്കെ പറയുന്നത് പിന്നീടത്തേക്ക് മാറ്റിയിട്ട് ആദ്യം അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കി കൊടുക്കണം. അത് ധൃതി കാണിക്കലാണ് ആ കാര്യം. കാരണം അതിഥികളോട് നമ്മൾ കാണിക്കേണ്ട ആദ്യത്തെ മര്യാദയാണത്, അവരുടെ വിശപ്പ് മാറ്റുക എന്നുള്ളത്. ധൃതി കാണിക്കേണ്ട 6ാമത്തെ കാര്യം വതഅജീലു തൗബത്തി ഇദാ ഉദിനിബ. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണം. കാരണം എപ്പോഴാണ് മനുഷ്യൻ വിട പറയുന്നത് എന്ന് അറിയാൻ കഴിയാത്ത ഒരു ജീവിതമാണ് മനുഷ്യന്റേത്. ഏത് സമയത്തും അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ തെറ്റുകൾ അവശേഷിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഖബറിൽ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായിട്ട് എപ്പോ മരണപ്പെടാൻ വേണ്ടി അസ്രായീൽ വന്ന് വിളിച്ചാലും തൗബയൊക്കെ ചെയ്ത് റെഡിയായിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് തഅജീലു തൗബത്തി ഇദാ ഉദ്നിബ. തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്ത് ധൃതി കാണിച്ച്, അതായത് തൗബ ചെയ്യുന്നതിന് വേണ്ടി ധൃതി കാണിച്ച് പാപങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നല്ല മുസ്ലിമായി, നല്ല മുഅ്മിനായി ജീവിച്ച് പാപങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുക. ഈ 6 കാര്യങ്ങളാണ്
വളരെ ധൃതിയിൽ ഒരു മുസ്ലിമായ മുഅ്മിനായ വിശ്വാസിയായ മനുഷ്യൻ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഈ 6 ഗുണപാഠങ്ങൾ എന്റെ പ്രിയ മുഅ്മിനീങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരും ഈ 6 കാര്യത്തിൽ നമ്മളിൽ ആരുടെയെങ്കിലും അടുക്കൽ ഈ 6 കാര്യങ്ങളുണ്ട് എങ്കിൽ അതിൽ ധൃതി കാണിച്ച് അതിൽ നിന്ന് ഒഴിവാകാൻ അല്ലെങ്കിൽ അത് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളായ അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.